ഹലോ വെൽക്കം ബാക്ക്. ഇനി നമുക്ക് മറ്റൊരു ബോറിംഗ് സബ്ജക്റ്റായ കീവേഡ്സിനെ കുറിച്ച് പഠിക്കാം. സി പ്രോഗ്രാമിങ്ങിനകത്തെ കീവേഡ്സ് എന്താണെന്ന്. നമ്മളിപ്പോൾ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിക്കോട്ടെ, അതിനകത്തൊക്കെ ചില വാക്കുകൾക്ക് ഒരു പ്രീ ഡിഫൈൻഡ് ആയ മീനിങ് ഉണ്ടാവും. ഇപ്പം നമ്മൾ സി ആയിക്കോട്ടെ, ജാവ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഇനി ഈവൻ ജനറൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മൾ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് ആയിക്കോട്ടെ, അതിലൊക്കെ ചില വാക്കുകൾക്ക് ഓൾറെഡി ഒരു പ്രീ ഡിഫൈൻഡ് ആയ മീനിങ് ഉണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ ചാടുക എന്നൊരു വാക്ക്. നമ്മൾ ആർക്കും ചാടുക എന്നുള്ള പേര് വെക്കില്ല. ഒരാളുടെ പേരായിട്ട് ചാടുക എന്നുള്ള പേര് വെക്കില്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരായിട്ട് ചാടുക എന്ന പേര് വെക്കില്ല. കാരണം ആ വാക്കിനൊരു പ്രീ ഡിഫൈൻഡ് ആയ അർത്ഥമുണ്ട്. അതുപോലെ സി പ്രോഗ്രാമിങ്ങിനകത്തും ചില വാക്കുകൾക്ക് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള അർത്ഥമുണ്ട്. ഒരു എക്സാമ്പിളാണ് ഇൻഡ് അറിയുന്ന വാക്ക്. ഇൻഡ് അറിയുന്ന വാക്ക് ഒരു കീവേഡാണ്. സി പ്രോഗ്രാമിങ്ങിനകത്ത് ഇൻഡ് അറിയുന്ന വാക്കിനൊരു മീനിങ് ഉണ്ട്. എന്താണ് അതിൻ്റെ മീനിങ്? നമ്മൾ ഇൻഡ് അറിയുന്ന വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു വേരിയബിൾ ഡിക്ലറേഷൻ ആണെന്നും, അത് ഒരു വേരിയബിളിനെ ഒരു ഇൻഡ് ഏജ് അറിയണമെങ്കിൽ ഒരു ഏജ് അറിയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണെന്നും, ആ വേരിയബിളിന് ഒരു നിശ്ചിത എമൗണ്ട് 4 ബൈറ്റ് ആണെങ്കിൽ 4 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എത്രയാണോ ബൈറ്റ് അലോക്കേറ്റ് ചെയ്യേണ്ടത് അത് അലോക്കേറ്റ് ചെയ്യുക എന്നൊരു മീനിങ് ഉണ്ട്. അതുപോലെ ഫ്ലോട്ട് പൈ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ഒരു മീനിങ് ഉണ്ട്. നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് പൈ എന്ന് പറയുന്ന വേരിയബിൾ, അതിന് ഒരു നിശ്ചിത മെമ്മറി അലോക്കേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വേർഡുകൾ ഇൻഡ് ആയിക്കോട്ടെ, ഫ്ലോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വോയിഡ്, റിട്ടേൺ, അങ്ങനെ 32 കീവേഡ്സ് ഉണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സി ഓൾറെഡി ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഫോർമാറ്റിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇത്തരം വാക്കുകളൊന്നും നമ്മുടെ ഫംഗ്ഷൻ്റെ നെയിമായിട്ടോ അല്ലെങ്കിൽ വേരിയബിളിൻ്റെ നെയിമായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു രീതി പറഞ്ഞാൽ ഇൻഡ് ഫ്ലോട്ട് എന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഫ്ലോട്ട് പറയുന്ന ഒരു ഇൻറ്റിജർ വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇൻഡ് ഈഫ് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഈഫ് പറയുന്ന വാക്ക് ഓൾറെഡി ഒരു കീവേഡാണ്. അതുകൊണ്ട് തന്നെ ഇൻഡ് ഈഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, ഇൻ സി പ്രോഗ്രാമിംഗ് കീവേഡ്സ് ആർ റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് ഹാവ് പ്രീ ഡിഫൈൻഡ് മീനിങ്. അതായത് ആ വാക്കുകൾക്ക് ഓൾറെഡി ഒരു പ്രീ ഡിഫൈൻഡ് മീനിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഫംഗ്ഷൻ്റെ പേരായിട്ട് അല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെ പേരായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നോക്കുകയാണെങ്കിൽ ഈഫ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്, അതുപോലെ എൽസ് പറയുന്നൊരു കീവേഡ് ഉണ്ട്, റിട്ടേൺ എന്ന് പറയുന്നൊരു കീവേഡ് ഉണ്ട്, ദെൻ വോയിഡ്, ഫ്ലോട്ട്, അങ്ങനെ കുറേ കീവേഡ്സ് ഉണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു കീവേഡ് വേരിയബിളിന് കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഇൻഡ് ഈഫ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമിൽ എറർ വരും. കാരണം ഈഫ് പറയുന്നത് ഒരു കീവേഡാണ്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ എൽസ് പറയുന്ന ഒരു കീവേഡ് ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ എറർ വരും. കാരണം എൽസ് ഈഫൊക്കെ ഒരു കീവേഡാണ്, അതിനൊരു പ്രീ ഡിഫൈൻഡ് ആയ മീനിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും നമ്മുടെ പ്രോഗ്രാമിൽ ഒരു വേരിയബിളിൻ്റെ പേരായിട്ടോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ പേരായിട്ടോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ വേരിയബിളിൻ്റെ പേരായിട്ടാണ് യൂസ് ചെയ്ത്. ഇതുകൂടാതെ നമുക്ക് ഫംഗ്ഷൻ്റെ നെയിമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇതൊന്നും, ഈ ഇത്തരം വേർഡ്സ് ഒന്നും നമ്മുടെ വേരിയബിളിൻ്റെ പേരായിട്ടോ ഫംഗ്ഷൻ്റെ പേരായിട്ടോ ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. സോ ഞാൻ മറ്റൊരു സിമ്പിളായിട്ടുള്ള സി പ്രോഗ്രാമാണ്. നമ്മൾ ഇതുവരെ ഫംഗ്ഷനെ കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഫംഗ്ഷൻ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലെ ചില കോഡുകൾ നമുക്കൊരു പേര് കൊടുത്ത് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. എന്നിട്ട് ആ കോഡിനെ നമുക്ക് നമ്മുടെ മെയിൻ പ്രോഗ്രാം യൂസ് ചെയ്ത് കോൾ ചെയ്യാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാനൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ പേര്. അത് കഴിഞ്ഞ് നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ദെൻ നമ്മുടെ കോഡ് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ ഫംഗ്ഷൻ്റെ കോഡാണ്. ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് അതേ പേര് യൂസ് ചെയ്ത് കോൾ ചെയ്യും. സോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ എപ്പോഴും മെയിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടുന്ന് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് ചെക്ക് ഈവൻ ഓഡ് അറിയുന്ന ഒരു ഫംഗ്ഷൻ്റെ പേരാണ് കാണുക. അപ്പോൾ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഇവിടെ പോകും. ഇവിടുന്ന് ഈ കോഡൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വന്ന് ബാക്കി എക്സിക്യൂട്ട് ചെയ്യും. അതാണ് രീതി. ഇപ്പം ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്, നമുക്കൊരു കീവേഡ്സ് ഈ ഫംഗ്ഷൻ്റെ നെയിമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ ഈഫ് എന്ന് പറയുന്ന ഒരു നെയിം ഈ ഇതിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറർ വരുന്നതാണ്. പക്ഷേ ഇത് ഞാൻ പഴയ പേര് വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് കാണും, ഒരു എററും ഇല്ല. സോ ഏറ്റവും സിമ്പിളായിട്ട് സിയിൽ കീവേഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർവ്ഡ് വേർഡാണ്. അത്തരം വാക്കുകൾ നമ്മുടെ വേരിയബിളിൻ്റെ പേരായിട്ടോ അല്ലെങ്കിൽ ബാക്കി ഐഡൻറ്റിഫയർ ആയിട്ടോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു പ്രീ ഡിഫൈൻഡ് ആയ മീനിങ് ഉണ്ട്. അത്തരം സാഹചര്യത്തിൽ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 32 കീവേഡ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ വർക്കിംഗ് നമുക്ക് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല.
ഇത്രമാത്രം മനസ്സിലാക്കുക, സി പ്രോഗ്രാമിനകത്ത് 32 കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് ഒന്നും നമുക്ക് ഈ പേരായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ ജനറലായിട്ടുള്ള വേരിയബിളിൻ്റെ പേരോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫംഗ്ഷൻ്റെ പേരായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.